Good morning, one and all. First of all, sorry പറയാണ് കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഒരു ഡിലേ വന്നത്. ഓക്കെ, നമ്മുടെ ദ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ക്ലബ് ഓഫ് SNM ട്രെയിനിങ് കോളേജ് മൂത്തകുന്നം ഓർഗനൈസസ് a webinar on building a caring and supportive learning community. Our chief guest is Mr. Iravi Saras, the winner of Best Documentary Film Outstanding Achievement Award, World Film Carnival, Singapore. Let's begin this function with a prayer. I invite Anamika KG for the same. പ്രണാമം പ്രണാമം മഹാജ്ഞാനസാരം പ്രകാശം വിടർത്തുന്ന വിജ്ഞാന സൂര്യ തമസിൻ മതിൽ നീക്കി മനസ്സിൽ വരൂ നീ തരൂ പൊൻപ്രഭാതം പ്രപഞ്ചം വിളങ്ങാൻ അനവദ്യമാം വിദ്യയിരുൾ നീക്കുമെന്നും അനുഭൂതി പോക്കുന്ന നിമിഷങ്ങളേകാം ഹൃദയത്തിലുണരുന്ന സ്നേഹാദ്ര നിത്യം വദനങ്ങളിൽ ശാന്തി കിരണങ്ങളേകാം ഹൃദയത്തിലുണരുന്ന സ്നേഹാദ്ര നിത്യം വദനങ്ങളിൽ ശാന്തി കിരണങ്ങളേകാം വദനങ്ങളിൽ ശാന്തി കിരണങ്ങളേകാം. Now, I invite Dr. Susmita PS, Assistant Professor of SNM Training College, Muthukunnam, for the welcome speech. Good morning to all of you, respected Principal, Dr. Asha teacher, respected our guest, Iravi Saras, Iravi Ramma, Advocate Geeta, my dear colleagues and my dear students. നമ്മുടെ കോളേജിന്റെ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ക്ലബിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രത്യേക അവസരമാണ് നിങ്ങൾക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഒരു അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മുന്നിലിരിക്കുന്ന ഓരോ കുട്ടിയും വ്യത്യസ്തങ്ങളായ കഴിവുകളുള്ള കുട്ടികളാണ് എന്ന നിലയിലാണ് നമ്മൾ അവരെ നോക്കിക്കാണുന്നത്. നമുക്കറിയാം, ഒരു പൂന്തോട്ടക്കാരനെ സംബന്ധിച്ചിടത്തോളം ഓരോ ചെടികളും വ്യത്യസ്തമാണ്. ആ പൂന്തോട്ടക്കാരൻ എങ്ങനെയാണ് ആ തോട്ടം പരിപാലിക്കുന്നത്? ഓരോ ചെടിക്കും ആവശ്യമായ വെള്ളം വ്യത്യസ്തമായ രീതിയിലായിരിക്കും ചിലപ്പോൾ വെള്ളം ആവശ്യം വരുന്നത്. ചില ചെടികൾക്ക് തണലായിരിക്കും കൂടുതൽ ഇഷ്ടം, ചിലതിന് വെയിലായിരിക്കും കൂടുതൽ യോജിച്ചത്. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കി അതിനനുസരിച്ച് പരിപാലിച്ച് നോക്കുന്ന ഒരു തോട്ടം എങ്ങനെയിരിക്കും? അത് പൂത്തുലഞ്ഞ് സൗരഭ്യം പരത്തി എല്ലാവർക്കും ആകർഷിക്കുന്ന രീതിയിലുള്ള നല്ല തോട്ടമായിട്ടായിരിക്കും വളർത്തുന്നത്. നമ്മൾ അധ്യാപകന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഡ്യൂട്ടിയും ഈ പൂന്തോട്ടക്കാരനെ പോലെ തന്നെയായിരിക്കും. നമ്മുടെ മുന്നിലിരിക്കുന്ന ഓരോ കുട്ടിക്കും വ്യത്യസ്തങ്ങളായ കഴിവുണ്ട് എന്നുള്ള രീതിയിൽ വേണം അവരെ നമ്മൾ നോക്കിക്കാണും. അവർക്ക് കൊടുക്കേണ്ട രീതിയിലുള്ള ഇൻപുട്സ് നമ്മൾ അവരുടെ കഴിവിനനുസരിച്ച് കൊടുക്കാൻ നമുക്ക് കണ്ടെത്താനും കുട്ടിയെ മനസ്സിലാക്കാനും അവർക്ക് വേണ്ടിയുള്ള അവസരങ്ങൾ ഒരുക്കാനും നമ്മൾക്ക് സാധിക്കും. നമുക്കറിയാം, ഒരു പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞിനും ഒരു കഴിവുമില്ലാതെ ഒരു കുഞ്ഞു പോലും ഈ ഭൂമിയിൽ ജനിക്കത്തില്ല. എല്ലാ കുട്ടികൾക്കും വ്യത്യസ്തങ്ങളായ ഏതെങ്കിലുമൊക്കെ കഴിവുണ്ടാകും. ഇത് കണ്ടെത്തി അവർക്ക് വേണ്ടത്ര ആത്മവിശ്വാസം നൽകി വളർത്തിയെടുത്ത് സ്വതസിദ്ധമായി വളരാൻ അവസരമൊരുക്കുക എന്നതാണ് നമ്മൾ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഏറ്റവും വലിയ ഫലം. ഇങ്ങനെ വളർന്നു വന്ന ഒരു വ്യക്തിത്വത്തെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ക്ലബിന്റെ ഭാഗമായുള്ള ഈ ഒരു ഉദ്യമം. നന്നേ ചെറുപ്പത്തിൽ പഠന വൈകല്യം
ഹൈലി ഡിസ്ലെക്സിക്, വായിക്കാൻ കഴിയില്ല, എഴുതാനും കഴിയും, ഡിസ്ഗ്രാഫിക്കുമായിട്ടുള്ള ഒരു കുട്ടിയെ അവസ്ഥ തിരിച്ചറിഞ്ഞപ്പോൾ കുട്ടിയെ കുറ്റപ്പെടുത്താതെ അല്ലെങ്കിൽ മാറ്റി നിർത്താതെ, മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്താതെ അവന് വേണ്ടുന്ന രീതിയിലുള്ള വിദ്യ എക്സ്പീരിയൻസ് നൽകി, വേണ്ടത്ര ആത്മവിശ്വാസം നൽകി കൂടെ നിന്ന് വളർത്തിയ മാതാപിതാക്കൾക്ക് കിട്ടിയ ഒരു അനുഗ്രഹമാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്ന ഇരവി സാറ. നമ്മൾക്ക് വളരെ നിങ്ങൾക്ക് ഏറ്റവും പ്രചോദനം നൽകുന്ന ഒരു ഇന്ററാക്ഷൻ ആയിരിക്കും നമുക്ക് ഇരവിനൊത്ത് അടുത്ത ഒരു മണിക്കൂർ നേരം ലഭിക്കാൻ പോകുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി നമ്മുടെ ഈ ഒരു അവസരം ഒരുക്കിത്തുന്ന നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ നെടുന്തൂണായ പ്രിൻസിപ്പൽ ആശ ടീച്ചറെ ഞാൻ സ്നേഹപൂർവ്വം ഈ ഒരു വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ സ്നേഹപൂർവ്വമുള്ള സ്വാഗതം ഞാൻ ഇരവി സറാസിന്, ഇരവിയുടെ അമ്മ എപ്പോഴും സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാകും, അഡ്വക്കേറ്റ് ഗീത ചേച്ചിക്ക് ഞാൻ ഈ അവസരത്തിൽ സ്വാഗതം പറയുന്നു. നിങ്ങൾ ഓരോരുത്തരെയും, എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരെയും മറ്റ് അനൗദ്യോഗിക ആളുകളെയും കുട്ടികളെയും എല്ലാവരെയും ഈ ഒരു വെബിനാറിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, ma'am. Now I invite Dr. Asha OS, Principal, S&M Training College, Muthugunam, for the presidential address. എല്ലാവർക്കും നമസ്കാരം. ഏറ്റവും പ്രിയപ്പെട്ട ഇരവി സറാസ്, മോൻ്റെ അമ്മ അഡ്വക്കേറ്റ് പുറകിലിരിപ്പുണ്ട്, ഡോക്ടർ സുസ്മിത മാം, സുധ ടീച്ചർ, മറ്റധ്യാപകരെ, വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വിദ്യാർത്ഥിനികൾ, ഇന്നത്തെ S&M ട്രെയിനിങ് കോളേജ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി സെൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഇന്നത്തെ ഈ അനുഭവം, ഇന്നത്തെ പരിപാടി എന്നതിനേക്കാൾ ഉപരി ഇന്നത്തെ അനുഭവം എന്ന് പറയാനാണ് എനിക്ക് താല്പര്യം. ഇന്നത്തെ ഒരു അനുഭവം വളരെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഏതാനും നിമിഷങ്ങളായി മാറട്ടെ എന്ന് ആദ്യമേ ആശംസിക്കുകയാണ്. നമുക്കറിയാം, ഈ പ്രകൃതിയിൽ ജനിച്ചു വീഴുന്ന ഓരോ അണുവും വ്യത്യസ്തങ്ങളാണ്. മനുഷ്യരായാലും മറ്റു ജീവജാലങ്ങളായാലും ചെടികളായാലും എല്ലാവർക്കും അവരുടേതായ കഴിവുകളും കഴിവുകേടുകളുമുണ്ട്, ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്, വ്യത്യസ്തതകളുണ്ട്. അത് ഭൗതികമായാലും ആത്മീയപരമായാലും ബുദ്ധിപരമായാലും എല്ലാം വ്യത്യസ്തങ്ങളാണ്. ആ ഒരു വ്യത്യസ്തത തന്നെയാണ് ഈ ലോകത്തെ സുന്ദരമാക്കുന്നത്, ഈ പ്രകൃതിയെ സുന്ദരമാക്കുന്നത്. ആ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ ഓരോ ജീവിയെയും അവരുടെ ആ നിലപാട്, അവരുടെ ആ നിലകൾ തിരിച്ചറിഞ്ഞ് ഒരു കോമൺ സ്ട്രീമിലേക്ക്, ഒരു പൊതു വീതിയിലേക്ക് എത്തിച്ചേർക്കാൻ ഈ സമൂഹമാണ് അവരുടെ കൂടെ നിൽക്കേണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങള് ജനിച്ചു വീഴുമ്പോ ഉള്ള ഒരു പ്രതീക്ഷ, മാതാപിതാക്കൾ കാണുന്ന സ്വപ്നങ്ങൾ, അതെല്ലാം നമുക്കറിയാം. പക്ഷേ വളർന്ന് വലുതായി വരുംതോറും അവരുടെ കുറവുകളും കഴിവുകളും എല്ലാം കണ്ടെത്തി, കഴിവുകളെ പ്രോത്സാഹിപ്പിച്ച് കുറവുകളെ പരിഹരിച്ച് വളർത്തി വലുതാക്കി ഈ ലോകത്തിലേക്ക് സമർപ്പിക്കുമ്പോൾ, അങ്ങനെ വേണം പറയാൻ, സമർപ്പിക്കുമ്പോഴുള്ള ആ ഒരു സംതൃപ്തി, അത് അവർണ്ണനീയമാണ്. ആ ഒരു ഉദ്യമത്തിൽ ഓരോ കുഞ്ഞുങ്ങളുടെയും താങ്ങും തണലുമായി നിൽക്കേണ്ടത് ഈ സമൂഹം ഒന്നടങ്കമാണ്. മാതാപിതാക്കളും അധ്യാപകർക്കുമാണ് അതിൽ ഏറെ ചെയ്യുവാനുള്ളത് എന്ന് നമുക്കറിയാം, അല്ലെങ്കിൽ നമ്മൾ അറിയേണ്ടതാണ്. ഇപ്പോ ഇരവിയുടെ പുറകിലിരിക്കുന്ന അമ്മ ഇരവിയുടെ ഓരോ അംശവും തൊട്ടറിഞ്ഞ് ഓരോ നീക്കങ്ങൾക്കും
ചുക്കാൻ പിടിച്ചുകൊണ്ട് ഇരവി എവിടെ എത്തിയിരിക്കുന്നു, എവിടെ എത്തിച്ചിരിക്കുന്നു എന്ന് നമ്മൾ ഇപ്പോൾ അറിയാൻ പോവുകയാണ്. അതുപോലെ തന്നെയാണ് ഇരവിയുടെ കൂടെ പ്രവർത്തിച്ച, കൂടെ നിന്ന് അവനെ ഒരു 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 ലോകത്തിന്റെ തന്നെ അറിയപ്പെടുന്ന ഒരാളായി മാറ്റിയ അധ്യാപകർക്കും പങ്കുള്ളത്. അപ്പോൾ ആ യാത്രയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. ആ യാത്രയിൽ അധ്യാപകർ വഹിച്ച പങ്ക് അവന്റെ അനുഭവത്തിലൂടെ, അവന്റെ മനോവിചാരങ്ങളിലൂടെ നമ്മൾ കേൾക്കാൻ പോവാണ്. നമ്മൾ അധ്യാപകർ വിദ്യാർത്ഥികളെ അവരുടെ എല്ലാ കുറവുകളും എല്ലാം അംഗീകരിച്ച് ഉൾക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവര് ഏത് രീതിയിലാണ് അതിനെ സ്വീകരിച്ചിരിക്കുക, അവരേത് രീതിയിലാണ് അതിനെ കണ്ടിരിക്കുക, അവരുടെ കാഴ്ചപ്പാടിലൂടെ നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ട്, താങ്ങ്, തണല്, ഇതെല്ലാം എങ്ങനെയാണ് അവര് കണ്ടതും ഉൾക്കൊണ്ടതും അവരുടെ പ്രവൃത്തിയിലേക്ക് വന്നതും എന്ന് നേരിട്ടറിയാനുള്ള ഒരു അവസരം, അത് വളരെ വലുതാണ്. അതിന് നമുക്ക് കാതോർത്ത് ഈ ഒരു ഏതാനും ഒരു മണിക്കൂറുള്ള കുറച്ച് നിമിഷങ്ങൾ, കുറച്ച് നേരങ്ങൾ അവനോടൊപ്പം ചെലവഴിക്കാം. അവന്റെ യാത്രയിലുള്ള ഓരോ നാഴികക്കല്ലുകളും എങ്ങനെയായിരുന്നു, ഓരോ പ്രതിബന്ധങ്ങളും എങ്ങനെയായിരുന്നു, അതൊക്കെ അവൻ എങ്ങനെ മറികടന്നു എന്ന് കേൾക്കുന്നത് ഈ ഈ ഈ ഒരു നമ്മുടെ ചുറ്റുപാടുമുള്ള ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ഓരോ കുഞ്ഞുങ്ങളും അവരുടെ മനോവികാരമായിട്ട് വേണം നമ്മൾ അതിനെ കാണാൻ. അത്തരത്തിലുള്ള കുട്ടികളെ അവരുടെ ചിന്തകൾ എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് നമുക്കറിയാം. അത് നമ്മുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ നമുക്ക് ഊർജം തരുന്നതാകും, നമുക്ക് ആവേശം തരുന്നതാകും. ഏതായാലും ഇരവിയുടെ വാക്കുകൾക്ക് വേണ്ടി കാതോർത്തിരിക്കുന്ന ഈ ഒരു കുട്ടികള്, ഏകദേശം 50ഓളം കുട്ടികൾ നമ്മുടെ കൂടെയുണ്ട്. ഇരവിക്ക് ഇവരെ എല്ലാവരെയും കാണാൻ പറ്റില്ല, കാരണം ഇത് പ്രൊജക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് അവര് ഇരവിയെ വലിയ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗ്രൂപ്പിൽ കുറച്ചു പേരെ നേരിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇരവിയെ, അമ്മയെയും എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരിത് കഴിയുമ്പോൾ ഇരവിയോട് ായിരിക്കും. ഏതായാലും മോന്റെ വാക്കുകൾക്ക് വേണ്ടി കാതോർത്തിരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഇത് ഒരു അനുഭവവേദ്യമാക്കുക, ആസ്വാദ്യകരമാക്കുക, ആവേശം ഉൾക്കൊള്ളുക, ഊർജം ഉൾക്കൊള്ളുക, അറിവ് ഉൾക്കൊള്ളുക. നന്ദി, നമസ്കാരം. Thank you, ma'am. Now, let's watch a presentation about our chief guest. I invite Shamli MS for the presentation. എനിക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടു എന്ന് ഞാൻ ചിന്തിക്കാറേയില്ല. എന്നിൽ എന്ത് ബാക്കിയുണ്ട് എന്നായിരിക്കണം നിങ്ങളുടെ ചിന്ത. സ്റ്റീഫൻ ഹോക്കിങ്സ്. നിശ്ചയദാർഢ്യം കൊണ്ട് വിധിയെ തോൽപ്പിച്ച മഹാന്മാരിൽ ഒരാൾ. സ്വന്തം ക്രിയാത്മക ശേഷികളെയും ശാസ്ത്ര നിപുണതകളെയും തന്റെ ദൗർബല്യങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ പൂർണ്ണതയിലെത്തിച്ച മഹാരഥന്മാരിൽ ഒരാളാണ് സ്റ്റീഫൻ ഹോക്കിങ്സ്. അദ്ദേഹം ശാസ്ത്രലോകത്തിൽ അഭിമാന താരമായി മാറിയതുപോലെ മലയാളികൾക്ക് അഭിമാനമായി മാറിയ വ്യക്തിത്വത്തെ നമുക്ക് പരിചയപ്പെടാം. ഇരവി സാരാസ്. ആത്മവിശ്വാസത്തെ ആളിക്കത്തിച്ച് പ്രതിസന്ധികളെ തീപ്പന്തങ്ങളാക്കി ജീവിത വിജയം കൈവരിച്ച അത്ഭുത പ്രതിഭാസം. 2020 4 അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് നേടിയ പ്രതിഭ. 4-ാം വയസ്സിലാണ് അദ്ദേഹം ഡിസ്ഗ്രാഫിക് ആകുന്നത്. ഈ കാരണത്താൽ തന്നെ LKG പ്രവേശനം പോലും നിഷേധിക്കപ്പെട്ടിരുന്നു. അക്കാലത്തായിരുന്നു ഇർവിന് അസോസിയേഷൻ ഫോർ ലേണിംഗ് ഡിസബിലിറ്റി ഇൻ ഇന്ത്യയുടെ സ്ഥാപകനും ലേണിംഗ് ഡിസബിലിറ്റി റെമഡിയേറ്റർ ആൻഡ് ട്രെയിനറുമായ ജോസഫ് സാറിന്റെ ട്രെയിനിങ് ലഭിക്കുന്നത്. ജോസഫ് സാറിന്റെ നിരീക്ഷണത്തിൽ ഇർവി ജീവിതത്തിൽ വൻ വിജയങ്ങൾ കൈവരിക്കാൻ പ്രാപ്തനായ ഒരു കുട്ടിയായിരുന്നു. ഇർവി സാരാസ് അദ്ദേഹത്തിന്റെ 4-ാം ക്ലാസ് വരെ ഒരു പ്രാദേശിക സ്കൂളിലാണ് പഠനം പൂർത്തീകരിച്ചത്. അതിനുശേഷം CBSE സ്കൂളിൽ പഠിച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ രോഗ കാരണം അധ്യാപകരും സഹപാഠികളും കളിയാക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ പഠനം പൂർത്തീകരിക്കാൻ സാധിക്കാതെ അദ്ദേഹം പിൻവാങ്ങി. പിന്നീടുള്ള അദ്ദേഹത്തിന്റെ പഠനം വിഗ്യാൻ വാലി ഓപ്പൺ സ്കൂൾ എറണാകുളത്ത് നിന്നായിരുന്നു.
അവിടെ വച്ച് ഒരു സ്ക്രൈബിന്റെ സഹായത്തോടെ +2-ന് 75% മാർക്ക് വാങ്ങി പാസ്സാവുകയും ചെയ്തു. ആ സമയത്താണ് ജോസഫ് സാർ അദ്ദേഹത്തിനോട് 3 കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നത്: IEP, ഫോണറ്റിക് റീഡിംഗ് ആൻഡ് വിന്നിംഗ് എക്സ്പീരിയൻസസ്. അങ്ങനെ അദ്ദേഹത്തിന്റെ 15-ാം വയസ്സിൽ വിഷ്വൽ ലിറ്ററസി സ്വയം പഠിക്കുകയും അതുപയോഗിച്ച് ഒരു ഷോർട്ട് ഫിലിം നിർമ്മിക്കുകയും ചെയ്തു. ആ ഷോർട്ട് ഫിലിം പിന്നീട് അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. +2 വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം DG വൈഷ്ണവ കോളേജ് ചെന്നൈയിൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷന് ചേർന്നു. അവിടെ നിന്ന് ബെസ്റ്റ് ഔട്ട്ഗോയിങ് സ്റ്റുഡന്റായി പാസ്സാവുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം ഡോക്യുമെന്ററീസും ഷോർട്ട് ഫിലിംസും ഉണ്ടാക്കുകയും ഫിലിം ഫെസ്റ്റിവലുകളിൽ പങ്കെടുക്കുകയും ചെയ്തു. തമ്പാലം, മലർ, ഡീലോർ നോഡിയിൽ തുടങ്ങിയവയ്ക്ക് ധാരാളം അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോഴും ഡിസ്ലെക്സിക് ആണെങ്കിലും അത് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തെ ഒട്ടും തന്നെ ബാധിച്ചിട്ടില്ല. ഡിസ്ലെക്സിക് ആയിട്ടുള്ള കുട്ടികൾക്ക് ധാരാളം അവസരങ്ങൾ ഉണ്ടെന്നാണ് ഇർവിന്റെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇർവിക്ക് പരസ്പര വൈദഗ്ധ്യമുണ്ടെന്ന് ജോസഫ് സാർ കണ്ടെത്തിയിരുന്നു. അതിന്റെ ഫലമായി 6-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കളമശ്ശേരിയിൽ ബാലജനസഖ്യം എന്ന യൂണിറ്റ് ആരംഭിച്ചു. സ്കൂൾ കാലഘട്ടത്തിൽ അദ്ദേഹം കളമശ്ശേരിയിലെ ധരണി ബാലജനസഖ്യം പ്രസിഡന്റായി തുടർന്നു. യൂത്ത് ഫോർ സോഷ്യൽ മെറ്റമോർഫോസിസ് എന്ന സംഘടനയിൽ പ്രവർത്തിച്ചു വരുന്ന അദ്ദേഹം കടൽക്ഷോഭത്തിന് ഇരയായവരെ പുനരധിവസിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്തു വരുന്നു. ഇർവിക്ക് വായിക്കുവാനും എഴുതുവാനും കഴിഞ്ഞില്ലെങ്കിലും ആത്മവിശ്വാസമുണ്ടായിരുന്നു. കുട്ടിക്കാലം മുഴുവൻ അനേകം സാമൂഹിക കാര്യങ്ങൾ ഏറ്റെടുക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്ത സാമൂഹിക സേവകനായിരുന്നു ഇർവി. പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിൽ അദ്ദേഹത്തിന് പ്രത്യേകം ഒരു കഴിവുണ്ട്. പ്രശ്നങ്ങൾ ഇർവിയെ ഒരിക്കൽ പോലും അലട്ടിയിട്ടില്ല. ഒരു ഘട്ടത്തിൽ മനുഷ്യരോട് സംവദിക്കാൻ ഏറ്റവും നല്ല മാധ്യമം സിനിമയാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അദ്ദേഹത്തിന്റെ മുത്തശ്ശി നടത്തിവരുന്ന സേവന സംഘടനയായ മാനവോദയയിൽ ഇർവി സഹായിയായിരുന്നു. ഇർവിയുടെ അമ്മ ഒരു അഭിഭാഷകയും അച്ഛൻ ഒരു പട്ടാള ഉദ്യോഗസ്ഥനും ആയിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരി ചെന്നൈയിൽ സാമൂഹിക സേവകയായി പ്രവർത്തിക്കുന്നു. Thank you, Shamli. Now I invite Mr. Irvi Saras for the theme presentation. Over to you, Irvi. എല്ലാവർക്കും നമസ്കാരം. പെട്ടെന്ന് എല്ലാവരും ഇതെല്ലാം കേട്ടപ്പോൾ പെട്ടെന്ന് ഷോക്കായി പോയി. ഇങ്ങനെ ഒരു കോളേജിന്റെ ഫ്രണ്ടിൽ സംസാരിക്കാൻ കേട്ടപ്പോൾ ഒരു ഷോക്കിലിരിക്കുകയായിരുന്നു പെട്ടെന്ന്. ഇന്നലെ ഇങ്ങനെ കഴിഞ്ഞ ദിവസം മാഡം വിളിച്ച് പറഞ്ഞപ്പം എനിക്ക് ഒരു ഷോക്കായിരുന്നു. എന്നെ ഇങ്ങനെ വിളിച്ചല്ലോ എന്ന് ഓർത്തില്ല ആദ്യം തന്നെ. അതിന് തന്നെ എല്ലാവർക്കും കോളേജിലെ എല്ലാ ആൾക്കാർക്കും എൻ്റെ ഒരു വലിയ നന്ദി തന്നെ ആദ്യം പറയുന്നു. കോളേജിലെ എല്ലാ സുസ്മിത മാമിനും പ്രിൻസിപ്പൽ മാമിനും ആശ ടീച്ചറിനും എല്ലാവർക്കും ഒരു വലിയ നന്ദി ആദ്യം രേഖപ്പെടുത്തുന്നു. കേൾക്കാമോ ഞാൻ പറയുന്നത്? കേൾക്കാം. ഓക്കെ. ചോദ്യം ചോദിക്കാൻ ഉത്തരം പറയാനോ? ഇതുവരെ കേട്ട ആൾക്കാർ, ഇതുവരെ എന്നെ കുറിച്ച് കേട്ട ആൾക്കാർക്ക് എന്തെങ്കിലും ചോദിക്കാൻ ഉണ്ടെങ്കിൽ ചോദ്യങ്ങളിലേക്ക് പോവാം. അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇരവിയുടെ ഒരു ജേർണി, ഇങ്ങനെ വേൾഡ് ഫേമസ് അച്ചീവ്മെന്റ്സ് ഒക്കെ കരസ്ഥമാക്കിയ ഒരു ജേർണി ഒന്ന് ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായിരിക്കും. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ സോഷ്യൽ വിഷയങ്ങളോട് ഭയങ്കര താല്പര്യമായിരുന്നു. അതിനൊരു മീഡിയം എന്ന നിലയിലാണ് ഞാൻ ഫിലിംസിനെ കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു മീഡിയ വിഷ്വൽ ലിറ്ററസിയോട് താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ വിഷ്വൽ മീഡിയത്തോട് താല്പര്യപ്പെട്ട് അങ്ങനെ ആദ്യത്തെ ഷോർട്ട് ഫിലിം ആമരത്താണ് എന്ന് പറഞ്ഞിട്ട് 10th പഠിക്കുമ്പോൾ ആദ്യത്തെ ഷോർട്ട് ഫിലിം ചെയ്യുന്നത്. നേരത്തെ മുതലേ സോഷ്യൽ വർക്കിലും സോഷ്യൽ കാര്യങ്ങളൊക്കെ താല്പര്യമുള്ളത് കൊണ്ടും മരങ്ങൾ സംരക്ഷിക്കുക അങ്ങനത്തെ ഓരോ കാര്യങ്ങളിലൊക്കെ ഭയങ്കര താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ മരത്തെ സംരക്ഷിക്കാൻ വേണ്ടി ആമരത്താണ് ഷോർട്ട് ഫിലിം 10th പഠിക്കുമ്പോൾ ആദ്യം ചെയ്തത് ആ ഷോർട്ട് ഫിലിം ആയിരുന്നു. അവിടെ നിന്നാണ് ഇതിന്റെ സ്റ്റാർട്ടിങ്.
ആ ജേണി അങ്ങനെ അതാണ് അതൊരു ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റില് ചിൽഡ്രൻസ് കാറ്റഗറി പ്ലേ ചെയ്യുകയും അത് അവിടെ വലിയ സ്ക്രീൻ ചെയ്യും, വലിയൊരു ഇതൊക്കെ കിട്ടുകയും നമ്മുടെ അതിന്റെ ഒഫീഷ്യൽ ലോഞ്ചിങ് ലെറ്റർ രഞ്ജിപ്പൻ സാറ് എറണാകുളം ചെങ്ങമ്പുഴ പാർക്ക് വെച്ച് നടത്തുകയും അങ്ങനെ അങ്ങനെ ആ ഒരു സിനിമയ്ക്ക് നല്ലൊരു കിട്ടുകയൊക്കെ ചെയ്തു. അതിനുശേഷം രഞ്ജിപ്പൻ സാറ് നമ്മുടെ മഹാനടൻ മമ്മൂട്ടിയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യും, ഇങ്ങനെ ആളുണ്ടെന്നൊക്കെ പറയുകയൊക്കെ ചെയ്ത് അങ്ങനെ സിനിമ ഒരു ലൈനോട് ഭയങ്കര താല്പര്യം തോന്നി. ആ ഒരു ജേണിയാണ് എന്നെ കൊണ്ടുപോയി ചെന്നൈ കൊണ്ട് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഡിഗ്രി വന്ന് ആ ജേണി വന്ന് അവസാനം ചെന്നൈയിലെ DG വെസ്റ്റേൺ കോളേജിന്റെ വാതിൽക്കൽ വന്ന് അവിടുന്ന് ഞാൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഡിഗ്രി പഠിച്ചിരുന്നു. അവിടെയും കുറച്ച് സ്ട്രഗിളൊക്കെ ഉണ്ടായിരുന്നു ആദ്യ കാലഘട്ടത്തില്. ആ സ്ട്രഗിളുകളെല്ലാം മുന്നോട്ട് പോയി. അങ്ങനെ ലാസ്റ്റ് അവിടുത്തെ അവിടെ ആ കോളേജിൽ ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡന്റ് ആയിട്ട് ആ കോളേജിൽ നിന്ന് ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡന്റ് ആയിട്ട് എന്നെ സെലക്ട് ചെയ്താണ്. ആ കോളേജിൽ എന്നെ അവാർഡ് കൊടുത്താണ് ആ കോളേജിൽ നിന്ന് ഞാൻ ഇപ്പൊ കഴിഞ്ഞ കുറച്ചാൾ മുമ്പ് കോളേജ് വിട്ട് പോണത്. ആ ഒരു ജേണിയായിരുന്നു എന്നെ ഇപ്പൊ ഈ കാണുന്ന. അതിനുശേഷം ഈ കൊറോണ വരികയും ലോക്ക്ഡൌൺ വരികയൊക്കെ ചെയ്തപ്പോഴാണ് ഡീൽ ഓർ നോട്ട് ഡീൽ എന്നൊരു ഷോർട്ട് ഫിലിം ഞങ്ങള് കുറച്ച് ഫ്രണ്ട്സിലാണ് വരുന്നിട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തതും. പാളിസി നമ്മളെ ഫസ്റ്റ് പറഞ്ഞില്ലായിരുന്നോ, സ്റ്റീഫൻ ഹോക്കിസിന്റെ സെർവ് പാളിസി എന്ന രോഗത്തിനെ ബേസ് ചെയ്താണ് ഞങ്ങൾ ഡീൽ ഓർ നോട്ട് ഡീൽ എന്ന ഷോർട്ട് ഫിലിം. റിയൽ ഇൻസിഡന്റ് ആണ്, നടന്നൊരു ഇൻസിഡന്റാ. വൈശാഖ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആൽഡി തന്നെ ഉള്ളൊരു മെമ്പറാണ് വൈശാഖ് എന്നൊക്കെ. വൈശാഖിന്റെ ലൈഫ് സ്റ്റോറിയാണ് ഡീൽ ഓർ നോട്ട് ഡീൽ എന്നൊരു ഷോർട്ട് ഫിലിം ചെയ്തത്. വൈശാഖിന്റെ ലൈഫിൽ പോയ കാര്യങ്ങൾ ഞങ്ങൾ എടുത്തിട്ട് അതിനെ കുറച്ച് സിനിമയുടെ കൊമേഴ്ഷ്യൽ എലിമെന്റ് ഒക്കെ അതിനകത്ത് ഉണ്ട്, അത് വേറെ കാര്യം. എന്നാലും വൈശാഖിന്റെ ലൈഫിനെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു സിനിമയെ ഞങ്ങൾ ആ സിനിമ എടുത്തത്. അതായിരുന്നു. അതും ഇന്റർനാഷണൽ അവാർഡിന് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചെന്നൈ പഠിച്ചപ്പോൾ മലർ എന്നൊരു ഷോർട്ട് ഫിലിം ചെയ്തു. അത് പൂക്കാരികളുടെ ലൈഫ്, ചെന്നൈയിലെ ഫ്ലവർ സെല്ലേഴ്സിന്റെ ആൾക്കാരുടെ ലൈഫിനെ ബേസ് ചെയ്തിട്ട് ഇറങ്ങിയതാണ് മലർ എന്ന ഷോർട്ട് ഫിലിം. അവിടെ ഇറ്റലി ഏറ്റവും വിറ്റ് പോകുന്നാലും ഇറ്റലി ഏറ്റവും വിറ്റ് പോകുന്ന പോവാണ്. അതുകൊണ്ട് അടുത്താണ് മലർന്ന ഷോർട്ട് ഫിലിം. പിന്നെ തമ്പലം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കോട്ടയം എൻ്റെ ഗ്രാൻഡ് മദറിന്റെ സ്ഥലമാണ് തമ്പലക്കാട് എന്ന് പറഞ്ഞിട്ട്. തമ്പലക്കാരന്റെ ലൈഫാണ് തമ്പലക്കാരന്റെ ലൈഫാണ് തമ്പലം എന്ന് പറഞ്ഞ ഒരു ഡോക്യുമെന്ററി എടുക്കുകയും ആ ഡോക്യുമെന്ററി അതും ഇന്റർനാഷണൽ അക്ലൈംഡ് ആവുകയൊക്കെ ചെയ്തിരുന്നു. ഞങ്ങളിവിടെ ഈ നാട്ടിൽ തന്നെ തമ്പലക്കാട് നാട്ടിൽ തന്നെ വലിയ സ്ക്രീനൊക്കെ ചെയ്തിരുന്നു. ഇപ്പോഴും ഓരോ തമ്പലക്കാട്ടുകാരും ഇപ്പോഴും പറയുന്നത് ഞങ്ങളുടെ അഭിമാനാന്ന് പറയുന്നത്. ആ രീതിയിലത്തെ തമ്പലക്കാട്ട് ആഘോഷിക്കുന്നു. ഇപ്പോഴും പല ആൾക്കാരുടെ അതിനകത്ത് തമ്പലത്തിന്റെ ഒരു തീം സോങ് ആണ് ഞങ്ങൾ വെച്ചേക്കുന്നത്. ആ തീം സോങ് ഇന്നും പലരും പാടി നടക്കുന്നു. ആ തീം സോങ് പലരും മൊബൈലിലൊക്കെ അവർ ആ തീം സോങ് ഇപ്പോഴും അത് കേൾക്കുന്നുണ്ടെന്നാണ് പലരും പറയുന്നത് പേഴ്സണലായിട്ട്. അങ്ങനെ ഒരു നാട് എന്താണെന്ന് അറിയാനായിട്ട് ആരും തിരിച്ചറിയപ്പെട്ടൊരു നാടാണ് തമ്പലക്കാട് എന്ന് പറയുന്നത്. ആ നാടിനെ ആൾക്കാരിൽ എത്തിക്കണം ഭയങ്കര ആഗ്രഹിച്ച ഒരാളാണ് എൻ്റെ ഗ്രാൻഡ് മദറിന്. എൻ്റെ അമ്മയെ അമ്മ സോഷ്യൽ വർക്ക് ചെയ്യുന്ന മാനോജ് എന്നൊരു ചാരിറ്റബിൾ ഫൗണ്ടേഷൻ നടത്തുവാണ്. അപ്പൊ എൻ്റെ ഗ്രാൻഡ് മദറിന് തമ്പലക്കാട് മുന്നോട്ട് പോകണം ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിന്റെ സപ്പോർട്ടിൽ ഗ്രാൻഡ് മദറിന്റെ സപ്പോർട്ട് കൊണ്ടാണ് ഈ ഡോക്യുമെന്ററി ചെയ്യാൻ സാധിച്ചത്. ഇതാണ് എൻ്റെ ഇപ്പൊ നിൽക്കുന്ന ജേണി. വേൾഡ് സിനിമയിലെത്തി തമ്പലക്കാട് തന്നെ വേൾഡ് സിനിമയിൽ തമ്പലക്കാട് എന്ന ഒരു കൊച്ചു ഗ്രാമം വേൾഡ് സിനിമയുടെ ഫെസ്റ്റിവലിലേക്ക് സ്ക്രീൻ ചെയ്ത് ഒരു വലിയൊരു ഇതായിരുന്നു. ഇതാണ് ഇപ്പൊ ഇത്ര നാളുള്ള എന്റെ ജേണി. ചോദ്യങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം.
ഗീതേച്ചി, ആ, ആ, ഗീതേച്ചിക്ക് ഇരവിയുടെ ഒരു യാത്രയിലുണ്ടായ ബുദ്ധിമുട്ടുകൾ ഗീതേച്ചി എങ്ങനെ ഇവനെ വളർത്തി എന്നുള്ളതും ഞങ്ങൾ എല്ലാവർക്കും ഒരു പ്രചോദനമായിരിക്കും. ഒന്ന് ഗീതേച്ചി കൂടി കുറച്ച് ഷെയർ ചെയ്യണമെങ്കിൽ നല്ലതായിരിക്കും. Okay. Thank you. Thank you, Susmita teacher, Asha teacher, ബാക്കി എല്ലാ ടീച്ചർ എല്ലാവർക്കും നമസ്കാരം. Very proud moments as a mother for me. Because Iravi is being invited as a chief guest in a B.Ed college where people are listening to him, listening to his voice, or they're seeking his inspiration. As a mother, I can tell you, Susmita teacher, very proud moments for me to be known as Iravi's mother. See, എപ്പോഴും എനിക്ക് എൻ്റെ തന്നെ പേരിൽ അറിയപ്പെടാനാണ് എല്ലാ വ്യക്തികളും ആഗ്രഹിക്കുന്നത്. പക്ഷെങ്കിൽ ഇരവിയുടെ അമ്മ എന്ന ഒരു പേരില് അല്ലെങ്കിൽ ഒരു റോളില് അറിയപ്പെടുക അല്ലെങ്കിൽ അതിലൊരു വേദി കിട്ടുക ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ വിലപ്പെട്ട നിമിഷങ്ങളിൽ കൂടിയാണ് ഞാൻ കടന്നു പോകുന്നത്. ഇരവിയോട് സംസാരിക്കാൻ പറഞ്ഞ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാണ്. നമ്മളെല്ലാവരും സുസ്മിത ടീച്ചർ പറഞ്ഞപ്പോഴും മറ്റേ ആശ ടീച്ചർ പറഞ്ഞപ്പോഴും ഒക്കെ പറഞ്ഞത്, അതുപോലെ അവിടെ സ്റ്റുഡൻസ് പറഞ്ഞ ഇരവി ഒരു രോഗാവസ്ഥയിലുള്ള കുട്ടിയാണ്. ലേണിംഗ് ഡിസബിലിറ്റി എന്ന രോഗം ബാധിച്ച കുട്ടിയാണ്. ഇരവിക്ക് ആ രോഗം കാരണം സ്കൂളിൽ പഠിക്കാൻ സാധിച്ചില്ല. അല്ലെങ്കിൽ ഇരവിക്ക് പല ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ ഉണ്ടായി. പക്ഷെ നിങ്ങൾ ഇരവിയെ കേട്ടപ്പോ ഇരവിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഇരവി പറഞ്ഞോ? അത് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും വിചാരിക്കുന്നു ഇരവിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന്, അല്ലെങ്കിൽ ഇരവി പല ബുദ്ധിമുട്ടുകൾക്ക് കടന്നുപോയി, ഇരവിക്ക് രോഗമുണ്ട്. ആക്ച്വലി ഇറ്റ്സ് വെരി സർപ്രൈസിങ്. He never felt there was anything wrong with him. He always felt that he is right. ബാക്കിയുള്ളവർക്കാണ് തോന്നിയത് ഇരവിക്ക് ബുദ്ധിമുട്ടുണ്ട്, ഇരവിക്ക് രോഗമുണ്ട്, ഇരവിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. ആസ് എ മദർ ഐ വുഡ് ഹാവ് ഫെൽറ്റ്, ബട്ട് he never felt anything. അല്ലെങ്കിൽ പഠിക്കണമെന്നോ അല്ലെങ്കിൽ സ്കൂളിൽ പോകണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ സ്കൂളിലെ ലെസൺസ് ചെയ്യണം അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്യണം, മാർക്ക് മേടിക്കണം. See, none of things matter to him. I was also listening to what he was telling now. He never projected any problems before you or before us or about any struggle. ഒരു ബുദ്ധിമുട്ടും ജീവിതത്തിൽ അനുഭവിച്ചായിട്ട് ഇരവി സാക്ഷ്യപ്പെടുത്തുന്നില്ല. ബിക്കോസ് ഹി വാസ് ഓൾവേസ് എ ഹാപ്പി ചൈൽഡ്. എന്ത് ബുദ്ധിമുട്ടും നമ്മൾ മനസ്സിലാക്കുമ്പോഴും നമ്മൾ ഉണ്ടെന്ന് വിചാരിക്കുമ്പോഴും ഹി നെവർ ഫെൽറ്റ് എനിത്തിങ് റോങ് ഇൻ എനിത്തിങ്. ആരെന്ത് ചീത്ത പറഞ്ഞാലും കുറ്റം പറഞ്ഞാലും അടിച്ചാലും വഴക്ക് പറഞ്ഞാലും ഹി ഈസ് ഓൾവേസ് ഇൻ സം അതർ തോട്ട്. മറ്റെന്തെങ്കിലും കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഇരവി. ഐ തിങ്ക് ഇരവിയുടെ സ്കില്ലിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇരവിയെ അസസ്മെന്റിന് ഇരവി 4 വയസ്സില് ഇരവി ഞങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള ഐ തിങ്ക് ഐ ഷുഡ് ഷെയർ ദിസ് ഇൻഫർമേഷൻ വിത്ത് യു ഓൾ ആസ് ടീച്ചേഴ്സ്. 4 വയസ്സുള്ളപ്പോ ഞങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള ഒരു കോൺവെന്റ് സ്കൂളില്, സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു കോൺവെന്റ് സ്കൂളില് ഞങ്ങളെ LKG ചേർക്കാനായിട്ട് ചെന്നു. അപ്പൊ അവരൊരു ബ്ലാങ്ക് പേപ്പർ കൊടുത്തിട്ട് ഇരവിയെ ഒരു സിസ്റ്റർ ഒരു അപ്സ്റ്റെയറിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഒരു 15-20 മിനിറ്റ്സ് കഴിഞ്ഞപ്പം ഇരവി ചിരിച്ചുകൊണ്ട് ഒരു ബ്ലാങ്ക് പേപ്പറുമായിട്ട് ഇറങ്ങി വന്നു. ആ സിസ്റ്റർ ഇറങ്ങി വന്നു. അപ്പൊ സിസ്റ്റർ എന്നോട് പറഞ്ഞു, ഇരവി ടെസ്റ്റ് പാസ്സായില്ല, ഇരവി ഒന്നും ചെയ്തില്ല, ബ്ലാങ്ക് പേപ്പർ അതുപോലെ കൊണ്ടുവന്നു. അതുവരെ ഇരവിയെ പഠിപ്പിക്കാൻ നമ്മളൊന്നും ശ്രമിച്ചിട്ടുമില്ല. പക്ഷെങ്കിൽ ഇങ്ങനെ ഒരു LKG അഡ്മിഷൻ കിട്ടാൻ എൻ്റെ മോന് പ്രാപ്തിയില്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ സമയമാണത്. അപ്പൊ എനിക്ക് തോന്നി എന്തോ വലിയൊരു കുറവ് ഇരവിക്കുണ്ട്, അല്ലെങ്കിൽ എനിക്കുണ്ട്. ആസ് എ മദർ ഐ ഹാവ് ഫെയിൽഡ് സംതിങ്. ഞാൻ വളരെയധികം വിഷമിച്ച ഒരു സങ്കടപ്പെട്ട ഒരു നിമിഷമായിരുന്നു അത്. കാരണം ഞങ്ങളുടെ വീട്ടിലൊക്കെ അക്കാഡമിക്സിന് വളരെ പ്രാധാന്യമുള്ള ഒരു കുടുംബമാണ്. എന്റെയും ഹസ്ബൻഡിന്റെ ഒക്കെ വീട്ടില് എല്ലാവരും വെരി ബ്രില്യൻ ഇൻ അക്കാഡമിക്സ്. അപ്പൊ മോൻ ഇങ്ങനെ ടെസ്റ്റ് പാസ്സാകാൻ പറ്റിയില്ല എന്ന് പറഞ്ഞപ്പോ എന്താണ്, കാലിന് താഴെ നിന്ന് മണ്ണ് പോയി നമ്മള് ഭൂമിയിലേക്ക് താഴ്ന്നു പോകുന്ന ഒരു ഒരു തോൽവിയുടെ ഒരു നിമിഷം.
എപ്പോഴും ജയിക്കാനും എപ്പോഴും ജയങ്ങളിൽ സന്തോഷം കണ്ടെത്താനൊക്കെ ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു, ഒരു ഇൻഡിവിജ്വൽ ആയിരുന്നു ഞാൻ. അപ്പൊ പെട്ടെന്ന് എപ്പോഴും എക്സലൻസ് എന്നൊരു വാക്കായിരുന്നു ഞാൻ എപ്പോഴും കേട്ട് ശീലിച്ചതും ജീവിച്ച് ശീലിച്ചതും. അവിടെ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ ഒരു ടീച്ചർ, ആ സിസ്റ്റർ വന്ന് പറഞ്ഞപ്പോ ഐ വാസ് വെരി മച്ച് ഷോക്ഡ്. പക്ഷെ ഇരവിയുടെ ഫാദറിന് ഒരു ഷോക്ക്, ജസ്റ്റ് ലൈക്ക് ഇരവി, ഹീ ഡിഡ്ന്റ് ബോദർ, അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല. അത് സാരമില്ല. That was his attitude. Maybe that attitude has helped him also, that cool character. അതിനുശേഷം ഞങ്ങള് ആൽഡിയിൽ ജോസഫ് സാറ് എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾ ആ റെഫറൻസ് കൊണ്ട് ജോസഫ് സാറിനെ കണ്ടു. ജോസഫ് സാറിന് ആ സമയത്ത് പിന്നെ അസസ് ചെയ്തപ്പോ സാറ് ഇങ്ങനെ പുറത്ത് തട്ടിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇവൻ ഒരു കുഴപ്പമില്ല, ഇവൻ മിടുക്കനാ. ഇങ്ങനെ ഇപ്പോഴും ഓർക്കുന്നു, ഇവൻ ഒരു കുഴപ്പമില്ല, ഇവൻ മിടുക്കനാ, ഇവന്റെ ആത്മവിശ്വാസം പോകാതെ നിങ്ങൾ സൂക്ഷിച്ചാൽ മാത്രം മതി. അതാണെന്ന് സാറ് പറഞ്ഞത്. അതിനുശേഷം അപ്പൊ സാറ് പറഞ്ഞു, ഇനിയും നിങ്ങള് പിന്നെ LKG അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ പ്ലേ സ്കൂളിൽ പോട്ടെ ഇരവി. അങ്ങനെ അതേ സ്കൂളിൽ ഇരവി ഒരു വർഷം പ്ലേ സ്കൂളിൽ പോയി. പ്ലേ സ്കൂളിൽ പോയ സമയത്ത് ഇരവി ആ സിസ്റ്റർമാരുടെ കൈ പിടിച്ചിട്ട് അവിടുത്തെ ഒരു ചീഫ് ഗസ്റ്റ് മാതിരി അവരുടെ കൂടെ എല്ലാ പ്രോഗ്രാമിലും പങ്കെടുക്കുക, അവിടെയുള്ള എല്ലാവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക, വളരെ ചിരിച്ച് കളിച്ച് 1 ഇയർ. LKG പോകാൻ സാധിച്ചില്ലെങ്കിലും പ്ലേ സ്കൂളിൽ വളരെ പ്ലേഫുൾ ആയിട്ട് സന്തോഷമായിട്ട് യു ക്യാൻ സീ എ സ്മൈൽ ഓൺ ഹിസ് ഫേസ്. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമാണ് ഇരവിക്കുള്ളത്, ഒന്നിനെ കുറിച്ചും അറിയില്ല. അപ്പൊ അങ്ങനെ ശരിക്കും പ്ലേ സ്കൂളിൽ പ്ലേഫുൾ ആയിട്ട് ഒരു വർഷം കഴിഞ്ഞു. പിന്നെ നമ്മള് സാറിന്റെ അടുത്ത് വീണ്ടും പോയി. അപ്പോഴൊന്നും ഇരവിക്ക് റീഡിങ് റൈറ്റിംഗിൽ ഈവൻ ടുഡേ ഹി ഹാസ് നോട്ട് ലേൺഡ് എനിത്തിങ്. റീഡിങ് റൈറ്റിംഗ് അവനില്ല, മാത്തമാറ്റിക്സ് സ്കിൽ ഇല്ല. പക്ഷെങ്കിൽ ഈസ് നോട്ട് ബോതർഡ് അബൌട്ട് ഇറ്റ്. അതൊന്നും അവന്റെ ഒരു സെൽഫ് കോൺഫിഡൻസിനെ ബാധിക്കുന്നില്ല. ഈസ് നോട്ട് വറീഡ് അബൌട്ട് ഇറ്റ്. നമ്മളെല്ലാവരും പറയുന്നുണ്ട്, അയ്യോ അവനത് പറ്റില്ല, ഇത് പറ്റില്ല. ബട്ട് ഹി നെവർ തിങ്സ് ദാറ്റ് എനിക്കൊന്നും പറ്റില്ല എന്നൊരു ചിന്തയെ അവന്റെ മനസ്സിലില്ല. ഹി ക്യാൻ ആരോട് വേണമെങ്കിലും പോയി സംസാരിക്കും, ആരെ വേണമെങ്കിലും മീറ്റ് ചെയ്യും, ആരോട് വേണമെങ്കിലും എന്തെങ്കിലും കാര്യം പറയാൻ ഒരിക്കലും ഒരു മടിയും കാണിക്കാതെ. സോഷ്യൽ സ്കിൽ അല്ലെ, ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞല്ലോ, ആ സ്കില്ല് വെച്ചിട്ട് ഹി ഈസ് ഗോയിങ് ഫോർവേഡ്, ഒന്നിനെ കുറിച്ചും ബോധേഡ് ആവാതെ. ഞങ്ങള് 4:30 സമയമുണ്ടോ സംസാരിക്കാൻ? ഇസ് ഇറ്റ് ഓക്കെ? അപ്പൊ ഞങ്ങള് വീണ്ടും സാറിന്റെ അടുത്ത് പോയപ്പോ സാർ പറഞ്ഞു, സാർ അവനെ അസസ് ചെയ്തിട്ട് പറഞ്ഞത്, യു ഹാവ് ടു ഗീവ് ഹിം ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ പാറ്റേൺ. അവരൊരു ട്യൂഷൻ ക്ലാസ്സിൽ പോയിട്ട് കുട്ടികളുടെ കൂടെ ഇരുന്ന് പഠിക്കാൻ പറ്റില്ല. അപ്പൊ ഇവന് ഒരു ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്ലാൻ കൊടുക്കണം. ഇരവിക്ക് ഫോണറ്റിക് റീഡിംഗ് ബുദ്ധിമുട്ടായതുകൊണ്ട് ഗീവ് ഹിം ഫോണറ്റിക് റീഡിംഗ് എക്സസൈസ്. പിന്നെ ഇരവിയുടെ സോഷ്യൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. ഗിവ് ഹിം പ്ലെന്റി ഓഫ് വിന്നിങ് എക്സ്പീരിയൻസ്. അല്ലാണ്ട് സാറ് പറഞ്ഞില്ല ഇരവിയെ അടിച്ചിട്ട് നമ്മള് ടേബിൾസ് പഠിപ്പിക്കുക, മാർക്ക് സ്കോർ ചെയ്യുക, ഇരവി എക്സാമിന് അടിച്ചു പഠിപ്പിച്ച് മാർക്ക് മേടിക്കുക, അവനെ സ്കൂളിൽ ഫസ്റ്റ് ആക്കാൻ ശ്രമിക്കുക. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ വല്ല ശ്രമിച്ചിരുന്നെങ്കിൽ ഹി വുഡ് ഹാവ് ബിക്കം എ മെന്റൽ ക്യാരക്ടർ ബൈ നൗ. അവനെ പഠിപ്പിക്കാനും അവനെ അടിക്കാനും അവനെ ടേബിൾ പഠിപ്പിക്കാനും അവനെ CBSE സിലബസിൽ റാങ്ക് ഹോൾഡർ ആക്കാനൊക്കെ ഞാനൊരു അറ്റംപ്റ്റ് നടത്തിയിരുന്നെങ്കിൽ you would not have seen this smile on his face. That is what I feel. അപ്പൊ since I got the right guidance, ആ സമയത്ത് എനിക്ക് കറക്റ്റ് ഉള്ള ഗൈഡൻസ് കിട്ടിയതുകൊണ്ട് അവനെ ഓൾവേസ് വിന്നിങ് എക്സ്പീരിയൻസ് കൊടുക്കാൻ ശ്രമിച്ചു. അതുപോലെ IEP ഒറ്റയ്ക്കിരുത്തി പഠിപ്പിക്കുക, പറഞ്ഞു കൊടുക്കുക. ട്യൂഷൻ സെന്ററിൽ വിടാൻ പറ്റില്ലെന്ന് മനസ്സിലായി. പിന്നെ സോഷ്യൽ സ്കില്ല് ഡെവലപ്പ് ചെയ്തു. പിന്നെ ഫോണറ്റിക് റീഡിംഗ് എക്സസൈസ് കൊടുത്തു. അപ്പൊ ഞാൻ അതിൽ ശരിക്കും പറഞ്ഞാൽ റീഡിംഗ് റൈറ്റിംഗ് പഠിപ്പിക്കാൻ ശ്രമിച്ചേ ഇല്ല. നോ അറ്റംപ്റ്റ് വാസ് മെയ്ഡ്. അതിനുശേഷം ഓപ്പൺ സ്കൂളിൽ പോയപ്പം അതുവരെ 4 വയസ്സ് 4th സ്റ്റാൻഡേർഡ് വരെ മദർ ടങ് എഡ്യൂക്കേഷൻ മലയാളം മീഡിയം സ്കൂളിൽ പോയി, ഗവൺമെന്റ് സ്കൂളിൽ. അവിടെ ഹി വാസ് വെരി ഹാപ്പി. കാരണം അവിടെ എന്താണ് അവിടുത്തെ എഡ്യൂക്കേഷൻ പാറ്റേൺ CBSE സ്കൂളിൽ വ്യത്യാസമായിരുന്നു. ഹി വാസ് എ വെരി ഹാപ്പി ചൈൽഡ്. അവിടെ എക്സാമിനേഷന്റെ ബുദ്ധിമുട്ടോ, അവിടെ ഇരവിയുടെ ഓറൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചോണ്ടിരുന്നു എക്സാമിനേഷൻ. സോ ഹി കുഡ് സ്പീക്ക്. അപ്പൊ ഇരവി കുഡ് പാസ് ദി എക്സാം. അതിനുശേഷം CBSE സ്കൂളിൽ വന്നപ്പം അവിടുത്തെ കരിക്കുലമായിട്ട് ഇരവിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വന്നു. നോട്ട് ഓൺലി ദാറ്റ്, അവിടെ എല്ലാം മാർക്സ് ഓറിയന്റഡ് ആണ്.
അവിടുത്തെ സിസ്റ്റവും അവിടുത്തെ ടീച്ചേഴ്സും മാനേജ്മെന്റും സ്റ്റുഡൻസും ഇരവി ഒരുപാട് ടോർച്ചർ ചെയ്തു. ഫ്രം 4th സ്റ്റാൻഡേർഡ് ടു 7th സ്റ്റാൻഡേർഡ് ടീച്ചേഴ്സും സ്റ്റുഡൻസും ഒക്കെ സ്റ്റുഡൻസ് ഒക്കെ അവനെ ഇടിക്കുകയും തൊഴിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യായിരുന്നു. അവന് കൈയൊക്കെ ഫ്രാക്ചർ ഒക്കെ ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ചോദിച്ചു, നീ അവനെ തിരിച്ചടിച്ചില്ലേ? ഓ, ഞാൻ അടിക്കാനൊന്നും പോയില്ല. ഹി ഡിഡ്ന്റ് ബോദർ അബൌട്ട് ഇറ്റ്. ഡോക്ടർ പോലും ചോദിച്ചു, നീ അവനെ തിരിച്ചടിച്ചില്ലെന്ന് ചോദിച്ചു. പിന്നെ ഞാൻ അടിക്കാനൊന്നും പോയില്ല. ഹി ഡിഡ്ന്റ് ബോദർ അബൌട്ട് ദാറ്റ്. തിരിച്ചടിക്കാനൊന്നും അവൻ മെനക്കെട്ടില്ല. അതുപോലെ ടീച്ചേഴ്സ് വളരെ മോശമായിട്ട് സംസാരിക്കുക, ക്ലാസ്സിന് വെളിയിൽ നിർത്തുക, പണിഷ്മെന്റ് കൊടുക്കുക. ബട്ട് ഹീൽ ഓൾവേസ് സ്മൈൽ ആൻഡ് കം. ഹീൽ നെവർ കംപ്ലൈൻ അബൌട്ട് എനിവൺ. ടീച്ചർ അങ്ങനെ ചെയ്തു, അല്ലെ സ്റ്റുഡൻസ് അങ്ങനെ ചെയ്തു. ഒരിക്കലും അവൻ കരയോ അല്ലെങ്കിൽ അങ്ങനെ വന്ന് അമ്മ എനിക്ക് ഈ 3 വർഷം ഈ ടോർച്ചർ ഉള്ള സ്കൂളിൽ ഒരു ദിവസം പോലും ഇരവി സ്കൂളിൽ പോകാതിരിക്കത്തില്ല. എല്ലാവരും ടോർച്ചർ ചെയ്ത്, സ്റ്റുഡൻസും ടീച്ചേഴ്സും ടോർച്ചർ ചെയ്യുന്ന സ്കൂളില് ഒരു ദിവസം സ്കൂൾ ബസ് മിസ് ചെയ്യല, അവൻ ഉടനെ ഓട്ടോ പിടിച്ചിട്ട് സ്കൂളിൽ പോകും. ആ ബസ് സ്റ്റോപ്പിൽ നിന്നിട്ട് ഇരവി അടുത്ത് കാണുന്ന ഓട്ടോ പിടിച്ച്, ചേട്ടാ ഹീൽ ഗെറ്റ് ഇൻ ടു ദാറ്റ് ഓട്ടോ. ആ ഓട്ടോക്കാരനൊക്കെ ഇരവിക്ക് നല്ല പരിചയമാണ്. സ്കൂളിൽ ചെല്ലുമ്പോ അവന്റെ കയ്യിൽ പൈസ ഇല്ല. അവൻ സ്കൂളിലെ കാഷ്യറോട് പറയും, അങ്കിൾ ഈ ഓട്ടോക്കാരന്റെ പൈസ ഒന്ന് കൊടുത്തരും. ഈ എത്ര രൂപയെന്ന് പോലും അറിയില്ല. എന്നിട്ട് അവൻ സുഖമായിട്ട് പോയി ക്ലാസ്സിലിരിക്കും. തിരിച്ചു വരുമ്പോ എന്നോട് ഒരു അമ്മ നാളെ സ്കൂളിൽ നിന്ന് ഓട്ടോയുടെ പൈസ കൊടുക്കണം. അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു സ്കൂൾ ബസ് മിസ്സായാല കരയില്ല, തിരിച്ച് വീട്ടിൽ വരില്ല, വിഷമിക്കത്തില്ല. ഉടനെ ഹിസ് ലുക്കിംഗ് ഫോർ നെക്സ്റ്റ് ഓപ്ഷൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, എപ്പോഴും ഒരു പ്രോബ്ലം വന്നാൽ he will immediately solve it. And that is his mental structure. ഒരിക്കലും പ്രോബ്ലം വരുമ്പോൾ ഇനി ഞാൻ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ആരോട് ചോദിക്കും, അല്ലെങ്കിൽ തിരിഞ്ഞു പോവുക ഒരു പ്രോബ്ലത്തിന് മുന്നിൽ. he never does that. This is one typical example. അങ്ങനെ നമ്മൾ മാർക്കറ്റിലൊക്കെ ഒരു സാധനം മേടിക്കാൻ വിട്ടു കഴിഞ്ഞാൽ ഒരുപാട് താമസിച്ചായിരിക്കും വരുന്നത്. എന്താ താമസിച്ചെന്ന് ചോദിക്കുമ്പോ, അമ്മ അത് സാധനം കിട്ടിയില്ല, ഞാൻ അന്വേഷിച്ച് നടക്കായിരുന്നു. അത് കിട്ടുന്ന വരെ ഇരവി എങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. He's not bothered about that time. അതിലെ സമയം പോയി, താമസിച്ചു പോയി, അങ്ങനെയൊന്നും അറിയില്ല. he's not concerned also. But then in a way it is good for him. കാരണം എപ്പോഴും നമുക്ക് നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ് വെരി ഈസി ആയിട്ട് ഇരവിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. That's what I have observed. ഇനി ഇന്റർപേഴ്സണൽ സ്കിൽ ഉണ്ടെന്ന് സാറ് പറഞ്ഞപ്പം ഞങ്ങള് പിന്നെ ഇരവി സ്വന്തമായിട്ട് കണ്ടുപിടിച്ച കാര്യമാണ് ഈ ബാലജനസഖ്യം തുടങ്ങണം. അവൻ കുറെ വർഷം ഈ അതായത് ഫ്രം 7th സ്റ്റാൻഡേർഡ് ടു 12th സ്റ്റാൻഡേർഡ് ധരണി ബാലജനസഖ്യത്തിന്റെ സ്ഥിരം പ്രസിഡന്റ് ആയിരുന്നു ഇരവി. കളമശ്ശേരി യൂണിറ്റിന്റെ കളമശ്ശേരി ശാഖ പ്രസിഡന്റ്. മനോരമ പത്രത്തിൽ ഇരവിയുടെ ഫോട്ടോ ഇങ്ങനെ അച്ചടിച്ചു വരും ഓരോ ശനിയാഴ്ച ഇരവി ചെയ്യുന്ന ആക്ടിവിറ്റീസ്. അപ്പൊ സ്കൂളിൽ പോയില്ലെങ്കിലും പഠിച്ചില്ലെങ്കിലും ഒന്നും ഇരവി ഈ ബാലജനസഖ്യത്തിന്റെ ആക്ടിവിറ്റീസ് വളരെ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നു. അവിടെ ചെയ്യുന്നതെല്ലാം സോഷ്യൽ ആക്ടിവിറ്റീസ് ആണ്. വേസ്റ്റ് മാനേജ്മെന്റിനുള്ള ക്ലാസ്സുകൾ നടത്തുക, വേസ്റ്റ് ആരെങ്കിലും അലക്ഷ്യമായിട്ടുള്ള അവരെ ചേസ് ചെയ്ത് അവരെ ഡസ്റ്റ്ബിന്നിൽ കൊണ്ട് ഇടിപ്പിക്കുക, ആരെ നിലത്ത് വേസ്റ്റ് ഇടിപ്പിക്കാതിരിക്കുക, പബ്ലിക് പ്ലേസിൽ സ്മോക്ക് ചെയ്യുന്നവരെ ചേസ് ചെയ്യുക, അവരെ ഭീഷണിപ്പെടുത്തുക, ഫൈൻ അടപ്പിക്കും, അവരുടെ ഫോട്ടോ എടുക്കും. ഇതിൽ മൊബൈലിൽ കൊണ്ടുപോയിട്ട് അവരുടെ ഫോട്ടോ എടുത്തിട്ട് അവരോട് പറയും ഞാനിത് റിപ്പോർട്ട് ചെയ്യും, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ എന്തോ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു കുട്ടിയായിട്ട്. അപ്പം ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ കുട്ടികളുടെ സൈക്കിൾ റാലി, കുട്ടികളുടെ 1 വീക്ക് സമ്മർ വെക്കേഷൻ എല്ലാം 1 വീക്ക് ക്യാമ്പുകൾ ഇരവി ഓർഗനൈസ് ചെയ്യായിരുന്നു. ആ ക്യാമ്പുകളിൽ ഞങ്ങൾ താമസിക്കുന്ന അന്ന് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് ഏരിയയിലായിരുന്നു. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലുള്ള വലിയ വലിയ പ്രൊഫസേഴ്സ് ഒക്കെയാണ് ഈ കുട്ടികൾക്ക് വന്ന് ക്ലാസ് എടുത്തിട്ട് പോകുന്നത്. ഹി യൂസ് ടു ഓർഗനൈസ് സമ്മർ വെക്കേഷൻ ക്ലാസ്സസ്. ഇരവിക്കൊന്നും അറിയില്ല, സയൻസോ മാത്സോ അറിയാത്ത ഒരു കുട്ടി ഹി കുഡ് ഓർഗനൈസ് എ ക്യാമ്പ്, വെരി ഗുഡ് ക്യാമ്പ് ഫോർ അതർ ചിൽഡ്രൻ. മറ്റുള്ള കുട്ടികളുള്ള കമ്മിറ്റ്മെന്റ്, സൊസൈറ്റിയിലുള്ള കമ്മിറ്റ്മെന്റ് ഒക്കെ അന്ന് ഇരവി കാണിച്ചു തുടങ്ങി. അങ്ങനെ ക്യാമ്പുകളിലൊക്കെ വലിയ വലിയ ആൾക്കാർ വന്നിട്ട് ക്ലാസ് എടുക്കുക, അതുപോലെ മെഡിക്കൽ ക്യാമ്പ് നടത്തുക. ആ ഏരിയയിലുള്ള വയസ്സ് ചെയ്യുന്ന അമ്മമാരൊക്കെ വന്ന് കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്ത് അവർക്ക് ഫ്രീ ആയിട്ട് കണ്ണടയൊക്കെ മേടിച്ചു കൊടുക്കാൻ
രവിക്ക് കഴിഞ്ഞു. കുട്ടികളുടെ കോമ്പറ്റീഷൻ നടത്തി. എല്ലാ വീടുകളും ധാരാളം ട്രോഫികൾ. ഇപ്പോഴും ചെന്നാൽ കാണാം ആ കുട്ടികളൊക്കെ ഇവരുടെ പ്രായം സമയത്തൊക്കെ മേടിച്ച ട്രോഫികൾ. അതിനുശേഷം രവി ഇവിടുന്ന് പോയതിനു ശേഷം അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ട്രോഫി കിട്ടിയിട്ടില്ല, ഇപ്പൊ ഞങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല, ഇവിടെ മത്സരം ഒന്നും നടക്കുന്നില്ല. എന്നാൽ they used to miss him when he left the place. ഇപ്പൊ കഴിഞ്ഞ ദിവസം അവര് പറയുന്നുണ്ടായിരുന്നു, ഓരോ പിള്ളേരും വന്ന് പറഞ്ഞു ഭയങ്കര ഇമോഷനായി പോയി. ഓരോ പിള്ളേരും വന്ന ചേട്ടൻ എന്ന അവാർഡാ. So he could inspire the children, and he could reach out to the children and communicate with them in so many ways. അപ്പം റീഡിങ്, റൈറ്റിംഗ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ സ്കിൽ ഒരു ജീവിതത്തില് ഒരു മസ്റ്റ് അല്ല, അല്ലെങ്കിൽ ജീവിത വിജയത്തിന് അത് അനിവാര്യമല്ല എന്ന് പ്രൂവ് ചെയ്ത ഒരു വ്യക്തിയാണ് രവി എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ സോഷ്യൽ ആക്ടിവിറ്റീസ് ഇൻവോൾവ് ചെയ്തു. ഞാൻ സുസ്മ ടീച്ചർ പറഞ്ഞു ഒബ്രോൺ മോളില്, അതായത് നേപ്പാൾ എർത്ത് നടന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ മരിച്ചപ്പം രവി കളക്ടറേറ്റ് പോയി കളക്ടറെ കണ്ട് കളക്ടറുടെ പെർമിഷൻ എടുത്തിട്ട് ഒബ്രോൺ മോളില് എന്താ ഡാൻസിന്റെ പേര് ഒരു ഫണ്ട് റൈസിങ് പ്രോഗ്രാം നടത്തി. അവിടെ ഫണ്ട് റൈസിങ്ങിന് VIP, അതായത് വലിയ വലിയ സിംഗേഴ്സ്, സിത്താര, ശ്രീറാം അങ്ങനെയുള്ള സിംഗേഴ്സിനെ വിളിച്ചിട്ട് അവർ ഫ്രീ ആയിട്ട് പാട്ട് പാടി. അതിനുശേഷം നമ്മള് രവിയുടെ ഫ്രണ്ട്സും കൂടെ പോയി ഫണ്ട് കളക്ട് ചെയ്തു. ഫ്ലാഷ് മോബ് ഡാൻസ് വെച്ചു ഒബ്രോൺ മോളിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. ആരും പറഞ്ഞിട്ടില്ല, സ്വന്തം ഇൻട്രസ്റ്റിൽ ചെയ്താണ്. എന്നിട്ട് ആ എമൗണ്ട് കളക്ടറെ ഏൽപ്പിച്ചു. കളക്ടർ വാസ് ഫീലിംഗ് വെരി ത്രിൽ അബൌട്ട് ഹിം, എക്സൈറ്റഡ് അബൌട്ട് ദിസ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ സമയത്ത് ആ സ്കൂൾ ലൈഫില് ചെയ്യുന്നു. അതുപോലെ സ്കൂളിലാണെങ്കിലും രവി എല്ലാ കോമ്പറ്റീഷൻസിലും പങ്കെടുക്കും. സയൻസ് അറിയില്ലാത്ത കുട്ടി സയൻസ് എക്സിബിഷനിൽ വലിയ വലിയ സയൻസ് മോഡൽ ഉണ്ടാക്കി സമ്മാനം മേടിക്കായിരുന്നു. പിന്നെ കുക്കിംഗ് കോമ്പറ്റീഷനിൽ സമ്മാനം മേടിക്കായിരുന്നു. ഒരുപാട് സമ്മാനങ്ങൾ മേടിക്കായിരുന്നു. ഇൻ സ്പൈറ്റ് ഓഫ് ഹിസ് differential ability, he proved that he can excel in certain other areas where others are not excelling. അങ്ങനെയുള്ള ഏരിയ രവി സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് അതിലേക്ക് രവിയുടെ അറ്റൻഷൻ തിരിഞ്ഞു. അങ്ങനെ ഒരിക്കല് രവിയുടെ കൈ ഒടിഞ്ഞ സമയത്ത് രവി ഈ TV-യിൽ മാത്രം കണ്ടിരിക്കേണ്ട ഒരു അവസ്ഥ വന്നു. 1 മാസം 2 മാസത്തോളം. ആ സമയത്താണ് ഈ ഷോർട്ട് ഫിലിം, ആർക്കും ഷോർട്ട് ഫിലിം ഉണ്ടാക്കാം, ഈവൻ മൊബൈൽ ഫോണിൽ പോലും ഒരു ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യാൻ പറ്റും എന്ന് രവി തിരിച്ചറിഞ്ഞത്. അങ്ങനെ ആ സമയത്ത് രവി ആദ്യം എടുക്കുന്ന ഷോർട്ട് ഫിലിം ആ മരത്തണൽ, അത് എടുക്കുമ്പോൾ രവിയുടെ കൈ ഫ്രാക്ചറാ. ആ ഫോട്ടോ ഒക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. കൈ ഇങ്ങനെ ഫ്രാക്ചറുള്ള കൈ വെച്ചിട്ടാണ് രവി അന്ന് ഓടി നടന്ന് അതിന്റെ ഷൂട്ടിങ് നടത്തിയതും അതിന്റെ എഡിറ്റിംഗ് നടത്തിയതും അത് റിലീസ് ചെയ്തതും എല്ലാം ആ സമയത്താണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഫിലിം എടുത്തപ്പം ജോസഫ് സാറ് ആ ഫിലിമിന് വലിയൊരു റീച്ച് ഉണ്ടെന്ന് രവിയെ മനസ്സിലാക്കി കൊടുത്തു. സാറ് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് അതൊരു ഫിലിം ഫെസ്റ്റിവൽ അയച്ചുകൊടുത്തു. ആദ്യജന്യ ഇന്റർനാഷണൽ ഫെസ്റ്റിവലിൽ ആ ഫിലിം അയച്ചുകൊടുത്തു. അന്ന് ആദ്യമായിട്ട് കുട്ടികളുടെ കാറ്റഗറിയിൽ, അങ്ങനെ ഒരു കാറ്റഗറി ഇല്ല, ചിൽഡ്രൻസ് ഫിലിം എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഇല്ല, എങ്കിൽ പോലും കുട്ടികളുടെ കാറ്റഗറി, കോളേജ് കുട്ടികൾക്കാണ് സിനിമയില് ഫിലിം ഫെസ്റ്റിവലിലൊക്കെ സ്റ്റുഡൻസ് കാറ്റഗറി കിട്ടുന്നത്. സ്കൂൾ കുട്ടികൾക്ക് അങ്ങനെ ഒരു കാറ്റഗറി ഇല്ല. എങ്കിൽ പോലും ചിൽഡ്രൻസ് കാറ്റഗറി എന്ന് പറഞ്ഞ ആ സിനിമ എടുത്തിട്ട് പാലക്കാട് ഫിലിം ഫെസ്റ്റിവലിൽ അത് സ്ക്രീൻ ചെയ്തു. ആ സമയത്ത് രവിയെ അവിടുത്തെ വലിയൊരു തിയേറ്ററിൽ വിളിച്ചിട്ട് ആ തിയേറ്റർ മുഴുവനും ഒരു 10,000 സ്റ്റുഡൻസ് ആയിരുന്നു, സ്കൂൾ സ്റ്റുഡൻസ് ഇരുന്ന ഒരു തിയേറ്ററിൽ രവിയെ സ്റ്റേജിൽ വിളിച്ചിട്ട് അതിന്റെ ഫെസ്റ്റിവൽ മാനേജേഴ്സ് രവിയെ ഓണർ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു രവിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഒരു ഓണറായിരുന്നു. ആ സ്കൂൾ സ്റ്റുഡൻസിന് കയ്യടി. രവിയുടെ ആ സിനിമയിലെ പാട്ട് അവരെല്ലാം ഏറ്റുപാടി ഇല്ലേ? എന്തായാലും പറഞ്ഞ കുട്ടികളെല്ലാം ഒത്തുകളിക്കും ആ മരത്തണലിൽ നെറ്റിലുണ്ട് അണ്ണാറക്കണ്ണൻ
കുഞ്ഞി കിളികളും തന്നാലാവും എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്. ആ പാട്ട് എല്ലാ കുട്ടികളും ഏറ്റുപാടി, അതെ. കൈകൊട്ടി. അത് കേട്ടപ്പോ ഇരവിക്ക് മനസ്സിലായി വളരെ എന്താണ് വിഷ്വൽ ലിറ്ററസിയുടെ പവർ, ദ പവർ ഓഫ് വിഷ്വൽ ലിറ്ററസി. നമ്മൾ എത്ര എഴുതിയാലും എത്ര പഠിച്ചാലും ഇത്രയും റീച്ചുള്ള ഒരു മീഡിയം സിനിമയെ പോലെ വേറെ ഇല്ല എന്ന് തിരിച്ചറിവ് ഒരു പക്ഷേ ഇരവിക്ക് അന്ന് ഉണ്ടായി കാണും. അതിനുശേഷം ഇരവി തിരഞ്ഞെടുത്ത അപ്പൊ നമുക്കറിയില്ല വിഷ്വൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് അറിയില്ല. ഞങ്ങള് +2 കഴിഞ്ഞപ്പോ ഇരവി സിനിമ ഡയറക്ഷൻ പഠിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മള് ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോവുക ചെയ്യുന്നത്. അപ്പോഴാണ് അവിടുന്നാണ് അവർ പറഞ്ഞത്, ആദ്യം നിങ്ങൾ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഒരു ഡിഗ്രി എടുക്കും, സിനിമ സംവിധാനമൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ. ഫസ്റ്റ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഒരു ഡിഗ്രി എടുക്കും എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിഷ്വൽ കമ്മ്യൂണിക്കേഷനിലേക്ക് തിരിച്ചുവിട്ടത്. അവിടെ ഇരവി ചെന്നൈയിലായിരുന്ന സമയത്ത് തമിഴ് ഭാഷ അവിടുത്തെ കോളേജുകളിൽ വളരെ കുറച്ച് സീറ്റ് ഈ മലയാളികൾക്ക് കൊടുക്കും. അതർ സ്റ്റേറ്റിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് വളരെ കുറച്ച് സീറ്റേ കൊടുക്കുള്ളൂ. അത് വളരെ എക്സലന്റ് ആണെങ്കിൽ മാത്രമേ കൊടുക്കുള്ളൂ. പിന്നെ തമിഴ് ഭാഷ അറിയില്ല. ആ രീതിയിൽ ഇരവിക്ക് അഡ്മിഷൻ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെങ്കില് ഇരവിയുടെ ഷോർട്ട് ഫിലിം ആ സമയത്ത് ഞങ്ങൾ യൂട്യൂബിൽ റിലീസ് ചെയ്തിരുന്നു. ഞങ്ങൾ ആ യൂട്യൂബില് സിനിമ എടുത്തിട്ട് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിനെ കാണിച്ചു. അപ്പൊ അവര് പറഞ്ഞു, നമ്മുടെ കോളേജിലെ കുട്ടികളെ ഈ ഷോർട്ട് ഫിലിം ഉണ്ടാക്കാനാണ് പഠിപ്പിക്കുന്നത്. ഇരവി ഇപ്പോഴേ ഒരു ഷോർട്ട് ഫിലിം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇരവിക്ക് അഡ്മിഷൻ തന്നില്ല, പിന്നെ ആർക്കാണ് ഞങ്ങൾ അഡ്മിഷൻ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇരവിക്ക് അവിടെ അഡ്മിഷൻ കിട്ടി. ഇത് ഓൾ ബൈ ചാൻസ്. അതിനുശേഷം ഓഫ്കോഴ്സ് അവിടെ തമിഴ് പഠിക്കണം. അവിടെ ഒരുപാട് പേപ്പേഴ്സ് ഉണ്ട്. നമ്മൾക്ക് സ്ക്രൈബിനെ ഉപയോഗിച്ചിട്ട് ഞങ്ങൾ മദ്രാസ് യൂണിവേഴ്സിറ്റിയിലൊക്കെ ഒരുപാട് കയറി നടക്കേണ്ടി വന്നു ഒരു സ്ക്രൈബിനെ കിട്ടാൻ വേണ്ടിയിട്ട്, അതിന്റെ പെർമിഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെങ്കിൽ ഓഫ്കോഴ്സ് ഗോഡ്സ് ബ്ലെസ്സിങ് വാസ് ദേർ വിത്ത് ഹിം. ഇരവിക്ക് നിരാശപ്പെടേണ്ടി വന്നില്ല. ആദ്യത്തെ ഫസ്റ്റ് സെമസ്റ്ററിലൊക്കെ ഇരവി എല്ലാ പേപ്പറിലും തോറ്റു, 0 മാർക്കൊക്കെ മേടിച്ചു. ഫ്രഞ്ച് പഠിക്കണമായിരുന്നു, തമിഴ് പഠിക്കണമായിരുന്നു, പിന്നെ ഒരുപാട് തിയറി പഠിക്കണമായിരുന്നു. ഇറ്റ് വാസ് സ്ട്രഗിൾ ഫസ്റ്റ് സെമസ്റ്റർ. പക്ഷെങ്കിൽ സെക്കൻഡ് സെമസ്റ്റർ ആയപ്പോഴത്തേക്കും ഇരവി ആസ് എ ടീം, ഞങ്ങളുടെ ഒരു ടീമായിട്ട് വർക്ക് ചെയ്ത് then he started picking up പതുക്കെ ജയിക്കാനൊക്കെ തുടങ്ങി. പിന്നെ 100% പ്രാക്ടിക്കൽ ഉള്ള പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സെമസ്റ്ററിൽ പകുതി പേപ്പറും പ്രാക്ടിക്കൽ മാത്രമേ ഉള്ളൂ. ആ പ്രാക്ടിക്കൽ പേപ്പേഴ്സ് ഉള്ള ഇരവി നന്നായിട്ട് സ്കോർ ചെയ്തു. അപ്പം സ്കോർ ചെയ്തതിനു ശേഷം വീണ്ടും ഇരവി അവിടെ ഇരുന്നുകൊണ്ട് ഷോർട്ട് ഫിലിമും ഡോക്യുമെന്ററീസും എല്ലാം ഈ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉണ്ടാക്കാൻ തുടങ്ങി. അത് സ്ക്രീൻ ചെയ്യാനും അത് യൂട്യൂബിലിടാനും അത് ഫെസ്റ്റിവലിൽ അയക്കാനൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോൾ കോളേജിലെ HODക്കും എല്ലാവർക്കും മനസ്സിലായി there is some talent in him. അങ്ങനെ ഇരവിയെ പ്രൊമോട്ട് ചെയ്തു. ഇരവിയുടെ അങ്ങനെ ഇരവിക്ക് ലണ്ടൻ ഡോക്യു ഫോറത്തിലാണ് ആദ്യത്തെ അവാർഡ് കിട്ടുന്നത്. അതിനുശേഷം ഞങ്ങള് ഒരുപാട് ഫെസ്റ്റിവലിലേക്ക് ഇരവിയുടെ ഫിലിംസ് ഫെസ്റ്റിവലിലേക്ക് ഞങ്ങള് അയച്ചു. അപ്പം ഇരവി ചെയ്ത എല്ലാ ഫിലിമിനും അവാർഡ് കിട്ടിയിട്ടുണ്ടെന്നൊരു ഫാക്ട്. ലേറ്റസ്റ്റ് ചെയ്ത ഫിലിമാണ് ഡീൽ ഓർ നോ ഡീൽ. ഈ കൊറോണ കാലത്ത് ചെയ്ത ഫിലിമാണ്. അത് ഇരവി പറഞ്ഞ പോലെ സെർബറൽ പാൾസി വന്ന ഒരു കുട്ടിയുടെ ട്രൂ ലൈഫ് സ്റ്റോറി. ഒരു ആൽഡി ജോസഫ് മാസ്റ്റർ തന്നെ ഒരു സ്റ്റുഡന്റിന്റെ സ്റ്റോറി സാർ ഞങ്ങളോട് പറഞ്ഞപ്പം പെട്ടെന്ന് ഞങ്ങൾക്ക് അതൊരു സിനിമയാക്കണമെന്ന് തോന്നി. ഞങ്ങൾ ജോസഫ് സാറിനെ കാണാനായിട്ട് പോയ സമയത്ത് സാറ് ഈ കുട്ടിയുടെ കഥ പറഞ്ഞു. അപ്പൊ തന്നെ ഇരവിക്ക് തോന്നി അതൊരു സിനിമയാക്കണം, അല്ല സിനിമയ്ക്കുള്ള ഒരു സ്കോപ്പ് ആ ഫിലിമിലുണ്ട്. ഇതുപോലെ ഒരു ഇന്ററാക്ഷൻ സെഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആരോ ഇരവിയോട് ചോദിച്ചു ഇരവിയുടെ അടുത്ത പ്രോജക്ട് എന്താണെന്ന്. അപ്പൊ ഇരവി പറഞ്ഞു ഇപ്പൊ ഒന്നും തീരുമാനിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിയപ്പോ ഇരവിക്ക് തോന്നി there is a scope for a movie in that story. അത് ഞങ്ങള് അവരുടെ പേരൻസിനെ കൺസൾട്ട് ചെയ്ത് സംസാരിച്ചു, ജോസഫ് സാറോട് സംസാരിച്ചു. ഞങ്ങൾ ഒരു സ്ക്രിപ്റ്റ് എഴുതി റെഡിയാക്കി ഒരു 2 മാസത്തിന് കൊണ്ട് നമ്മൾ സിനിമയായിട്ട് ഷൂട്ട് ചെയ്തിട്ട് ഞങ്ങളത് ഫെസ്റ്റിവലിലേക്ക് വിട്ടു.
ഇപ്പോ ഡീലോ നോ ഡീല് പല സ്ഥലങ്ങളിലും സ്ക്രീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. As we are speaking to you, ഈ സംസാരിക്കുന്ന സമയം കൊണ്ട് പല സംസാരിക്കുന്ന സമയത്ത് ഈ സിനിമ it is being screened in different theaters in different parts of India and abroad. Already ആ സിനിമ ലോകത്തിലുള്ള പല ആൾക്കാരും കണ്ടു കഴിഞ്ഞു, പല ജൂറിയും ആ സിനിമ കണ്ടു കഴിഞ്ഞു. ഒരു സിനിമയുടെ റീച്ച് അതാണ്. അപ്പം ഇവിടെ ഞങ്ങൾക്ക് SNM BEd കോളേജിലെ സ്റ്റുഡൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത്രയും സമയം എടുത്തു. പക്ഷെങ്കില് ഒരു സിനിമ നമ്മള് ഒരു വേൾഡ് സിനിമയിലേക്ക് അല്ലെങ്കിൽ വേൾഡ് വ്യൂവേഴ്സിലേക്ക് അല്ലെങ്കിൽ if you can give it to national, international level, ആ ലെവലിലേക്ക് എത്തിക്കണമെങ്കിൽ it only takes seconds, it only takes minutes. That is the reach of films. അല്ലെങ്കിൽ that is the importance of visual literacy. അപ്പൊ നമുക്ക് ഓഡിയോ ലിറ്ററസി അല്ലെങ്കിൽ നമുക്ക് റീഡിംഗ് റൈറ്റിംഗ് ഇഷ്യൂസ് ഉണ്ടെങ്കിലും even visual literacy has got much more reach, as I understood, than our normal reading writing, the 3 R's, reading writing and arithmetic nekkalum reach out visual literacy konde, because there is creativity. Nammal original creation aanu avada nadakkunna. We are not copying from anyone. It is our original thoughts, original ideas, original creativity. Adu nammal we are exposing before the world. ലോകം മുഴുവനുള്ള ആൾക്കാർക്കാണ് നമ്മളിപ്പോൾ ഇത് പ്രസന്റ് ചെയ്യുന്നത്. സോ അവിടെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഈസ് ഈസിയർ ത്രൂ വിഷ്വൽസ്. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഈസ് മച്ച് ഈസിയർ. ഇത്രയും ഞാൻ സംസാരിക്കാൻ എഫേർട്ട് എടുക്കുന്ന അത്രയും ബുദ്ധിമുട്ടില്ല ഇഫ് യു വാച്ച് വിഷ്വൽസ്. നമ്മൾ പഠിപ്പിക്കുമ്പോൾ തന്നെ വി മേ ബി ഗിവിംഗ് ഇരവി പറഞ്ഞു, ഇപ്പൊ തന്നെ ഇരവിയെ കുറിച്ചുള്ള വിഷ്വൽ ഇവിടെ കാണിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞതോ ഇരവി പറഞ്ഞതോ അതിനേക്കാളൊക്കെ ആ സ്റ്റുഡൻസിന് മനസ്സിലായത് ആ വിഷ്വല് കണ്ടിട്ടായിരിക്കണം. I use so many words, so much of languages, so much of effort in speaking. പക്ഷെങ്കില് അതിനേക്കാളൊക്കെ ഇഫക്റ്റീവ് ആയിരിക്കും ഇവിടെ നിങ്ങൾ ഉണ്ടാക്കിയ വിഷ്വൽ പ്രസന്റേഷൻ. ഈസിലി ദാറ്റ് ഈസ് ദ പവർ ഓഫ് വിഷ്വൽ ലിറ്ററസി. ഇന്നത്തെ ഈ ലോകത്ത് വിഷ്വൽ എന്നും വിഷ്വലിന് പവർ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ നമ്മളത് തിരിച്ചറിയുന്നു. സിനിമ എന്നും ആൾക്കാരെ ക്യാപ്റ്റിവേറ്റ് ചെയ്യാണ് അല്ലെ. സിനിമാ പാട്ടുകൾ നമ്മള് പഠിക്കാത്ത കുട്ടികൾ പോലും സിനിമാ കഥ ഓർത്തിരിക്കും, സിനിമാ പാട്ടുകൾ ഓർത്തിരിക്കും. അവർക്കത് പഠിക്കാനും അത് ഓർത്തിരിക്കാനും അത് റിപ്പീറ്റ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. ഇപ്പം ഒരു ക്ലാസ്സിലെ ഒരു ലെസൺ ഒരു പാട്ടായിട്ട് മാറ്റുകയാണെങ്കിൽ കുട്ടികൾ അത് പെട്ടെന്ന് പഠിക്കും, പെട്ടെന്ന് അത് റീപ്രൊഡ്യൂസ് ചെയ്യും ഒരു പാട്ടിന്റെ രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ. അപ്പൊ ദാറ്റ് ഇസ് ദ ഇഫക്ട് ഓഫ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ വിഷ്വൽ BEd ടീച്ചേഴ്സ് വിഷ്വലിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിപ്പിക്കുകയാണെങ്കിൽ അത് കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് പഠിക്കാനും ഓർമ്മിച്ചിരിക്കാനും, കാരണം കണ്ട കാര്യം അവർ മറക്കില്ല. ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് പകുതി കുട്ടികൾ ചിലപ്പോൾ ഉറങ്ങിപ്പോയിരിക്കാം. നമ്മൾ ബോർഡിൽ എഴുതി വെക്കാം, ദാറ്റ് മേ നോട്ട് ബി അട്രാക്റ്റീവ് ഫോർ ദം. പക്ഷെങ്കിൽ നമ്മൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള പടങ്ങൾ അതല്ലെങ്കിൽ ഈ വിഷ്വൽ കോമ്പിനേഷൻ പാട്ടും പടങ്ങളും കഥകളും ഒക്കെ ആയിട്ട് ഒരു പ്രസന്റേഷൻ കൊടുക്കുകയാണെങ്കിൽ ബൈജൂസ് എന്ന് പറഞ്ഞ സ്കൂൾ പിള്ളേരുടെ ആപ്പ് കാർട്ടൂൺസും ബൈജൂസ് ആപ്പ് ഈസ് ബേസ്ഡ് ഓൺ visual presentation. So I think it's a very good piece of information for all the prospective teachers of SNM college. I think that is the കുറച്ച് സമയം എടുത്തെന്ന് തോന്നുന്നു end of it. അമ്മ കുറച്ച് സമയം എടുത്തെന്ന് തോന്നുന്നു. അമ്മ കുറച്ച് ഇമോഷനായി തോന്നുന്നു. ഓക്കെ. അമ്മ കുറച്ച് ഇമോഷനെ പറഞ്ഞെന്ന് തോന്നുന്നില്ല, ഡീറ്റെയിലിൽ പറഞ്ഞു പോയെന്ന് തോന്നുന്നു. ഇനി ആർക്കും എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചോദ്യങ്ങളായിട്ട് ചോദിക്കാം. ഒരിക്കലും ഇല്ല, വളരെ നന്നായിരുന്നു. അമ്മയോടെയും പറഞ്ഞപ്പോഴാണ് എല്ലാവർക്കും അത് മുഴുവനായിട്ട് ഉൾക്കൊള്ളാനും നമുക്ക് എല്ലാവർക്കും സാധിച്ചു. വളരെ പ്രചോദനകരമായിരുന്നു. ഇനി ആർക്കെങ്കിലും കുട്ടികൾക്ക് ആർക്കെങ്കിലും ചോദിക്കാറുണ്ടോന്ന് ചോദിക്കട്ടെ കേട്ടോ. ടൈപ്പ് ചെയ്യാം.
ask any questions. You can. പറഞ്ഞു മോളുടെ പേര് പറഞ്ഞു. ഹലോ, നമസ്കാരം. എൻ്റെ പേര് ദിവ്യശ്രീയാണ്. അപ്പൊ എനിക്ക് Okay. രവിയോട് ചോദിക്കാനുള്ളത്, പണ്ട് ഇങ്ങനെ ഒരുപാട് പേര് കളിയാക്കി ഒക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ. Yes, അപ്പൊ ഉണ്ട്. ഇപ്പോ ഇരവിയുടെ ഈ നേട്ടം കണ്ടിട്ട് അവരെ വിളിച്ച് അഭിനന്ദിക്കാറുണ്ടോ? ഉണ്ട്. അതില് എല്ലാവരും ഉണ്ടെന്ന് എല്ലാവർക്കും ഇപ്പൊ ഞാൻ കോൺടാക്ട് ഒന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ അതിന്റെ പല ഫ്രണ്ട്സും ഭയങ്കര ഭയങ്കര അഭിമാനം കൊള്ളുന്നതായിട്ടും ഞങ്ങൾ പെട്ടെന്ന് പറഞ്ഞാൽ അഭിമാനം കൊള്ളുന്നതായിട്ടും പല ഫ്രണ്ട്സും പറഞ്ഞിട്ടുണ്ട്. ചോദ്യത്തിന് ഉത്തരം തോന്നുന്നു. ഓക്കെ. Thank you, Iravi and Mother. Thank you so much for sharing your inspiring story with us. Now Thank you. it's a time for vote of thanks. I invite Shamli. Sorry. Now I invite Srimati Sudha PS for the felicitation. എല്ലാവർക്കും നമസ്കാരം. സ്നേഹബഹുമാനിയായ പ്രിൻസിപ്പൽ, ഞങ്ങളുടെ വിശിഷ്ടാതിഥി ഇരവി സാറാസ്, ഇരവിയുടെ അമ്മ അഡ്വക്കേറ്റ് ഗീതാമ്മ, എൻ്റെ സഹപ്രവർത്തകരെ, പ്രിയ വിദ്യാർത്ഥികളെ, അധ്യാപകരാകാൻ നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കുന്ന ഈ അവസരത്തിൽ നിങ്ങൾക്ക് ആദ്യമേ ഇന്ന് കിട്ടിയ ഈ ഒരു ഇന്ററാക്ഷൻ നിങ്ങൾക്ക് ശരിക്കും ഒരു പ്രചോദനം തന്നെയാണ്. നമ്മുടെ അധ്യാപന ജീവിതത്തിൽ നമ്മൾ പല തരത്തിലുള്ള കുട്ടികളെ നമ്മൾ കണ്ടുമുട്ടും, അല്ലെങ്കിൽ നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. ആ സമയത്തൊക്കെയും നമ്മൾ എല്ലാ കുട്ടികളെയും ഒരുപോലെ കാണാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം. ഇപ്പം ഈ ഇരവിയുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് മനസ്സിലായത്, ഒരു തരത്തിൽ ഇപ്പം നമ്മുടെ വേറെ ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ ഒരു കുട്ടി പോലും അല്ലെങ്കിൽ ഒരു വ്യക്തി പോലും ഈ ലോകത്തിലേക്ക് ഒരു ശേഷിയും ഇല്ലാതെ ജനിക്കുന്നില്ല. ദൈവം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള കഴിവുകൾ നൽകിക്കൊണ്ടാണ് ഈ ഭൂമിയിലേക്ക് അയക്കുന്നത്. അപ്പോൾ ഒരു കഴിവില്ല എന്നതുകൊണ്ട് മാത്രം നമുക്കൊരു വ്യക്തിയെ അതിന് കഴിവില്ല, ശേഷിയില്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം നമ്മുടെ പ്രിയ ഇരവിക്ക് എഴുതാനും വായിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് അതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ നല്ല വ്യക്തികളായിട്ട് സമൂഹത്തിൽ ഇറങ്ങി ചെല്ലുവാനും നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കുവാനും അത് നല്ല രീതിയിൽ സോൾവ് ചെയ്യുവാനുമാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇപ്പം ഇരവി ഇങ്ങനെ പഠിച്ചിട്ടില്ലെങ്കിലും അമ്മയുടെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലായത്, നല്ല രീതിയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ, സ്കൂളിൽ പോയ സമയത്ത് ബസ് കിട്ടിയില്ലെങ്കിലും ആ സമയത്ത് ആ പ്രശ്നത്തെ പതറാതെ ഉടനെ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് സ്കൂളിലെത്തുകയും അങ്ങനെ സ്കൂളിലെത്തി പഠിക്കാനും സാധിച്ചു എന്നുള്ളതാണ്. അപ്പം ഇപ്പം നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ ചിലപ്പോൾ അവൻ പതറിപ്പോയി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ വരുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കഴിവ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുക, അത് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ആ കഴിവ് ഇരവിക്ക് ദൈവം അനുഗ്രഹിച്ച് നൽകിയിട്ടുണ്ട്. ഇനിയും നല്ല രീതിയിൽ ഉയർന്ന മേഖലകളിലേക്ക് ഇരവിക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കട്ടെ. അതോടൊപ്പം തന്നെ അമ്മയെ അനുമോദിക്കുകയാണ്. ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ ഏറ്റവും പ്രചോദനം നൽകുന്നത് തൻ്റെ മാതാപിതാക്കളാണ്. ഈ അമ്മയും ഒത്തിരിയേറെ തൻ്റെ മകന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അമ്മ അതൊരു ത്യാഗമായിട്ട് തന്നെ ഏറ്റെടുത്ത്, ഇപ്പൊ അമ്മ പറഞ്ഞു മകനിലൂടെ അഭിമാനം കൊള്ളുന്നു എന്ന്. അങ്ങനെ എല്ലാ മാതാപിതാക്കൾക്കും സാധിക്കട്ടെ. തൻ്റെ മക്കൾക്കുള്ള കഴിവുകളെ തിരിച്ചറിഞ്ഞത് പ്രോത്സാഹിപ്പിക്കുവാനും കഴിവുകേടുകളെ കഴിവില്ലായ്മകളെ മനസ്സിലാക്കി ആ പോരായ്മകളെ മറികടക്കാനും മക്കളെ പ്രോത്സാഹിപ്പിക്കുക, അവരെ കാര്യപ്രാപ്തി ഉള്ളവരാക്കി തീർക്കുക എന്ന് മാതാപിതാക്കളുടെ കടമ. അത് ചെയ്യുന്ന അമ്മയെ ഒരിക്കൽ കൂടി അനുമോദിക്കുന്നു. അതുപോലെ തന്നെ അധ്യാപക വിദ്യാർത്ഥികളാകാൻ വന്നിരിക്കുന്ന നിങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ
നമ്മുടെ സമൂഹത്തിലെ വ്യക്തികളെ അല്ലെങ്കിൽ സമൂഹത്തിൽ വരുന്ന നമ്മുടെ കുട്ടികളെ നല്ല വ്യക്തികളാക്കി സമൂഹത്തിലേക്ക് വളർത്തിയെടുത്തു കൊണ്ടുപോകുക എന്നുള്ളത് അധ്യാപകരുടെ ഒരു പ്രധാന കടമയാണ്. അപ്പൊ നിങ്ങളുടെ മുന്നിൽ വരുന്ന കുട്ടികളെ എല്ലാവരെയും ഒരുപോലെ കാണുവാനും നല്ല വ്യക്തികളാക്കി മാറ്റിയെടുക്കുവാനും അവരെ ഉപകാരപ്രദമായ നല്ല വ്യക്തികളാക്കി കുടുംബത്തിനും അതുപോലെ സമൂഹത്തിനും നമ്മുടെ നാടിനും നമ്മുടെ ലോകത്തിനും തന്നെ നല്ല വ്യക്തികളാക്കി മാറ്റിയെടുക്കാൻ നമ്മൾ അവരെ പ്രാപ്തരാക്കണം. അതിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടികൾക്ക് അറിവ് പകരുന്നതോടൊപ്പം സ്നേഹവും കരുണയും വാത്സല്യവും കരുതലും കൊടുത്ത് നല്ല വ്യക്തികളാക്കി മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാവിധമാകുന്ന ആശംസകളും ഈക്വൽ ഓപ്പർച്യൂണിറ്റി സെല്ലിന് നൽകിക്കൊണ്ട് ജഗദീശ്വരൻ എല്ലാവിധമായ അനുഗ്രഹങ്ങളും ഇരവിക്കും അമ്മയ്ക്കും നൽകട്ടെ. അതോടൊപ്പം ഈക്വൽ ഓപ്പർച്യൂണിറ്റി സെല്ലിനും എല്ലാവിധമായ അനുഗ്രഹങ്ങളും നല്ല പ്രവർത്തനങ്ങളും കാഴ്ചവെക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. Thank you, Sudha ma'am. Now I invite Shamli MS for vote of thanks. ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ആശ ടീച്ചർ, ഇന്നത്തെ വിശിഷ്ടാതിഥി ഇരവി സാര സാർ, ആദരണീയരായ അധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും അതൊക്കെ ആത്മവിശ്വാസത്തോടെ നേരിട്ടാൽ ജീവിത വിജയം കൈവരിക്കാൻ സാധിക്കുമെന്നാണ് ഇരവിൻ സാറിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ ആത്മവിശ്വാസം നമുക്കും പകർന്നു നൽകാനായി അദ്ദേഹം ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ അമ്മയും അദ്ദേഹത്തോടൊപ്പം ഈ വെബിനാറിൽ പങ്കുചേർന്നു. ഏറ്റവും സ്നേഹാദരവോടെ തന്നെ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ അമ്മയ്ക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ വെബിനാറിന് സ്വാഗതം ആശംസിച്ച സുസ്മിത മിസ്സിന് നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ അധ്യക്ഷത വഹിച്ച ആശ ടീച്ചർക്കും ആശംസകൾ അറിയിച്ച സുധാ മാമിനും നന്ദി പറയുന്നു. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത നിങ്ങൾ ഓരോരുത്തർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുന്നു. താങ്ക് യു.